ശേഷം നമ്മൾ അടുത്ത സ്റ്റേജ് വരുന്നത് ആധാർ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് നൽകാനുള്ളതാണ്. അപ്പോൾ അവിടെ ആധാർ നമ്പർ ഉള്ളവർ ആധാർ നമ്പർ എന്നുള്ളതിലൊന്ന് എൻ്റർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി ആധാർ കാർഡ് ഇല്ലാത്തവർക്ക് അടുത്ത ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാവുന്നതാണ്. പക്ഷേ ഇവിടെ ആധാർ കാർഡ് ഇല്ല എങ്കിൽ നമുക്ക് നമ്മുടെ സൈൻ ചെയ്യാനൊന്നും കഴിയില്ല. അപ്പോൾ നമുക്ക് ഓഫ്ലൈനായിട്ട് വേണ്ടി വരും അപേക്ഷ സമർപ്പിക്കുന്നതിന്. നമ്മൾ ഈ പ്രിൻ്റ് ഔട്ട് എടുത്ത് അത് BLO ഏൽപ്പിക്കുകയായിരിക്കും ചെയ്യേണ്ടി വരിക. അപ്പോൾ നമ്മളിവിടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ആധാർ നമ്പർ എന്നുള്ളതിലൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഒരു താഴെയുള്ള കോളത്തിൽ നിങ്ങളുടെ ആധാർ നമ്പർ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ളതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അടുത്ത സ്റ്റേജിൽ വരുന്നത് ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. മെയിൽ, ഫീമെയിൽ, തേർഡ് ജെൻഡർ എന്നിങ്ങനെയുള്ളതുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഏതാണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മളിവിടെ നെക്സ്റ്റ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ അടുത്ത സ്റ്റേജ് വരുന്നത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് നൽകാനാണ്. അവിടെ ഡേറ്റ്, മന്ത്, ഇയർ എന്നുള്ള ഒരു ഫോർമാറ്റിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് നൽകുക. ശേഷം അവിടെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നതിനുള്ള ഒരു പ്രൂഫ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അവിടെ സെലക്ട് ഡോക്യുമെൻ്റ് എന്നുള്ളതിൽ നിന്ന് സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഏത് ഡോക്യുമെൻ്റ് ആണോ അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ളത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ ആധാർ കാർഡ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം താഴെയുള്ള ചൂസ് ഫയൽ എന്നുള്ളതിലൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ ആധാർ കാർഡ് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ളതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ അടുത്ത സ്റ്റേജിലോട്ട് വരുന്നതായിരിക്കും. അടുത്ത സ്റ്റേജിൽ നമ്മുടെ അഡ്രസ്സ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ പ്രസൻറ്റ് അഡ്രസ്സ് നമ്മൾ അവിടെ നിന്ന് കറക്റ്റായിട്ടൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഒന്നാമത്തെ കോളത്തിൽ നമ്മുടെ വീട്ടുപേര് നമ്മളൊന്ന് എൻ്റർ ചെയ്ത് നൽകുക. രണ്ടാമത്തെ കോളത്തിൽ നമ്മുടെ സ്ട്രീറ്റ് ഏരിയയാണ് നമ്മൾ എൻ്റർ ചെയ്ത് നൽകേണ്ടത്. അപ്പോൾ അതൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അടുത്ത കോളത്തിൽ വരുന്നത് വില്ലേജ് എന്നുള്ളതാണ്. അവിടെ നമ്മുടെ വില്ലേജ് നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത കോളത്തിൽ വരുന്നത് പോസ്റ്റ് ഓഫീസാണ്. അവിടെ നമ്മുടെ പോസ്റ്റ് ഓഫീസ് നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വരുന്നത് പിൻകോഡ് എന്നുള്ളതാണ്. ആ ഒരു ഭാഗത്ത് നമ്മുടെ പിൻകോഡ് നമ്മളൊന്ന് എൻ്റർ ചെയ്ത് നൽകുക. ശേഷം വരുന്ന കോളത്തിൽ നമ്മുടെ താലൂക്കാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങളൊന്ന് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് നൽകുക. അതിനുശേഷം അടുത്ത കോളത്തിൽ വരുന്നത് ഡിസ്ട്രിക്റ്റ് എന്നുള്ളതാണ്. അവിടെ നമ്മുടെ ഡിസ്ട്രിക്റ്റ് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ താഴെയായിട്ട് നമ്മുടെ ഒരു അഡ്രസ് പ്രൂഫായിട്ട് നമ്മളൊരു ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ശേഷം നമ്മൾ അവിടെയുള്ള സെലക്ട് ഡോക്യുമെൻ്റ് എന്നുള്ളതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിൽ നിന്നും ഏത് ഡോക്യുമെൻ്റ് ആണോ നമ്മൾ സബ്മിറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ആധാർ കാർഡ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആധാർ കാർഡ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ഒരു താഴെയുള്ള ചൂസ് ഫയൽ എന്നുള്ളതിൽ എൻ്റർ ചെയ്തുകൊണ്ട് നമ്മുടെ ആ ഒരു സേവ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഡോക്യുമെൻറ്റ് നമ്മുടെ ആധാർ കാർഡ് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ളതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മൾ അടുത്ത സ്റ്റേജിലോട്ട് വരുന്നതായിരിക്കും. അടുത്ത സ്റ്റേജ് നമ്മൾ ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ആ ഒരു ഡിസബിലിറ്റി ഉള്ളവർ മാത്രം ആ ഒരു ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ളതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക.